നമസ്കാരം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരുമായി വീണ്ടും ഇടയുന്നു. നീതി ആയോഗ് വിളിച്ചുകൂട്ടിയ യോഗം ബഹിഷ്കരിച്ചു. തനിക്ക് 5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ എന്നാണ് മമത പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിലാണ് 9ാമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗം നടന്നത്. നിങ്ങൾ സംസ്ഥാന സർക്കാരുകളെ വേർതിരിച്ച് കാണരുതെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മൈക്ക് ഓഫ് ചെയ്തു. 5 മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ അനുവദിച്ചുള്ളൂ. എനിക്ക് മുൻപ് സംസാരിച്ചവർ 10ഉം 20ഉം മിനിറ്റുകൾ സംസാരിച്ചു. പുറത്തിറങ്ങിയ ശേഷം ഇങ്ങനെയാണ് മാധ്യമങ്ങളോട് മമത പറഞ്ഞത്. പ്രതിപക്ഷത്ത് നിന്ന് ഞാൻ മാത്രമാണ് പങ്കെടുത്തത്, എന്നിട്ടും എനിക്ക് സംസാരിക്കാൻ അവസരം തന്നില്ല. ഇത് അപമാനമാണ്, അവർ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യോഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായ കർണാടകയുടെ സിദ്ധരാമയ്യ, ഹിമാചൽ പ്രദേശിൻ്റെ സുഖ്ബിന്ദർ സിംഗ് സുഖു, തെലങ്കാനയുടെ രേവന്ത് റെഡ്ഡി എന്നിവർ നേരത്തെ തന്നെ യോഗം ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചിരുന്നു. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് നടപടി. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ്, ഡൽഹി സംസ്ഥാന സർക്കാരുകളും യോഗം ബഹിഷ്കരിച്ചിരുന്നു. എന്തായാലും മമതാ ബാനർജി പക്ഷേ ഇന്ത്യ മുന്നണിയിലെ പല തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പ്രവർത്തിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നീതി ആയോഗിൻ്റെ യോഗത്തിൽ എത്തിയതും. അവിടെ നിന്ന് നീതി ആയോഗിന് സമയം തനിക്ക് വേണ്ടത്ര നൽകിയില്ല എന്ന് പറഞ്ഞാണ് മമത യോഗം ബഹിഷ്കരിച്ചത്.